നമ്മൾ പലപ്പോഴും ഒരു പേഷ്യൻ്റ് ആർത്രൈറ്റിസ് ഉള്ളൊരു പേഷ്യൻ്റ് നമ്മൾ ഒ പിയിൽ വരുമ്പോൾ വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യാറുണ്ട്. വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എസ്പെഷ്യലി നമ്മൾ പല അസുഖങ്ങളിലും ഈ വെയിറ്റ് ലോസിന്, ഇപ്പം ഫോർ എക്സാമ്പിൾ ആർത്രൈറ്റിസ് വാതരോഗമുള്ള രോഗികൾക്ക് പല ബെനിഫിറ്റ്സാണ് വെയിറ്റ് ലോസ് വരുന്നതുകൊണ്ട്. ഒന്നാമത്തെ ബെനിഫിറ്റ് നമുക്കറിയാം, വെയിറ്റ് കൂടുതലുള്ളവർക്ക് മുട്ടുകളിൽ തേയ്മാനം വരും. അല്ലെങ്കിൽ ഏത് സന്ധികളാണെങ്കിലും ഈ ആർത്രൈറ്റിസ് വന്ന് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഈ വാതരോഗം കൂടി ഉണ്ടെങ്കിൽ തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് കോമൺ സെൻസ് ആണല്ലോ. വെയിറ്റ് കൂടുതലാണ്, അപ്പോൾ എന്ത് പറ്റും? വെയിറ്റ് കൂടുമ്പോൾ സന്ധികളിൽ കൂടുതൽ ഫോഴ്സ് വരുമ്പോൾ തേയ്മാനം വരും. അപ്പോൾ ഓൾറെഡി ആർത്രൈറ്റിസ് ഉണ്ട്, അതിൻ്റെ വാമവാദം ഉണ്ട്, അല്ലെങ്കിൽ സന്ധിവാദം ഉണ്ട്, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർട്രിറ്റിസ് ഉണ്ട്, റുമറ്റോയ്ഡ് ആർട്രിറ്റിസ് ഉണ്ടെങ്കിൽ തേഞ്ഞ സന്ധിയിൽ അതിൻ്റെ തേയ്മാനം കൂടാനുള്ള സാധ്യത വെയിറ്റ് കൂടിയാൽ വരും. അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞാൽ തേയാനുള്ള സാധ്യത കുറയും, റിവേഴ്സ്. അപ്പോൾ വെയിറ്റ് കുറയുന്നത് സന്ധികളുടെ പ്രൊട്ടക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വെയിറ്റ് കുറയുന്ന ഹെൽത്തി സ്റ്റൈലായിരിക്കണം കേട്ടോ. പെട്ടെന്ന് പട്ടിണി കിടന്ന് മസിൽ മാസ് കുറയുന്ന തരത്തിൽ പതുക്കെ ഹെൽത്തി ഫുഡ് കഴിച്ച് വെയിറ്റ് കുറയ്ക്കുന്നത് സന്ധികളുടെ പ്രൊട്ടക്ഷന് വളരെ നല്ലതാണ്. എസ്പെഷ്യലി നമ്മൾ കാണുന്നത് ഈ വെയിറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് വേദന കുറയുന്ന ഒന്ന് മുട്ടിനും രണ്ട് ആംഗിൾ ജോയിൻറ്റുമാണ്. ആംഗിൾ ജോയിൻറ്റിന് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആംഗിൾ കടങ്കാലിന് തേയ്മാനം വരുന്ന ആളുകൾ, ആർത്രൈറ്റിസ് വന്ന് തേയ്മാനം വന്നവർക്ക് അവിടെ നീർക്കെട്ടുള്ള തേയ്മാനം വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന കുറഞ്ഞായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മുട്ട് തേയ്മാനമുള്ളവർക്കും ഈ വെയിറ്റ് ലോസ് കൊണ്ട് വളരെ വലിയ ബെനിഫിറ്റ് ഉണ്ട്. എത്ര കിലോ കുറയ്ക്കണം? ഒരു 5 മുതൽ 10 കിലോ കുറച്ച് കഴിഞ്ഞാൽ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഈ സന്ധികൾക്ക് തേയ്മാനമുള്ളവർക്ക് കിട്ടും. 50% പെയിൻ കുറയുന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ വണ്ണമുള്ളവർക്ക് ഫാറ്റി സെൽസ് കൂടുതലായിരിക്കും. ഇവിടെയൊക്കെ വയറിലൊക്കെ ഫാറ്റി സെൽസ് കാണും, കയ്യിൽ ഫാറ്റി സെൽസ് കാണും. ഫാറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് പറ്റും? ഈ ഫാറ്റിൻ്റെ അളവ് കൂടുന്നത് അഡിപ്പോകൈൻസ് എന്ന് പറയുന്ന കുറച്ച് തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ അഡിപ്പോകൈൻസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ നീർവീഴ്ച കൂട്ടും, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൂട്ടും. അപ്പോൾ എന്ത് പറ്റും? ആർത്രൈറ്റിസിൻ്റെ തീവ്രത കൂടാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി മുട്ട് തേയ്മാനം ഉണ്ടാകാനുള്ള വേറൊരു മെക്കാനിസമാണ്. കാർട്ടിലേജിൽ വന്ന് ഡാമേജ് ചെയ്ത് ഇത് ഇൻഫ്ലമേഷൻ കൂട്ടും, നീർക്കെട്ട് കൂട്ടും. അതുകൊണ്ട് അപ്പം ഈ വണ്ണം കുറയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫാറ്റ് സെൽസ് കുറയും. ഫാറ്റ് സെൽസ് കുറയുമ്പോൾ എന്ത് പറ്റും? ഈ അഡിപ്പോകൈൻസ് കുറയും. അഡിപ്പോകൈൻസ് കുറയുമ്പോൾ നീർവീഴ്ച കുറയും. നീർവീഴ്ച കുറഞ്ഞ് അസുഖം കുറയും. അതാണ് വേറൊന്ന്. മൂന്നാമത്തത്, ഈ ആർത്രൈറ്റിസ് ഉള്ള രോഗികൾക്ക് ഉണ്ടാകുന്ന വേറൊരു കോംപ്ലിക്കേഷൻ നമുക്കറിയാം. ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ഒരു ദിവസം തന്നെ നമ്മൾ ഹൃദ്രോഗത്തിന് സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഈ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? കൊളസ്ട്രോൾ കുറയും. കൊളസ്ട്രോൾ കുറഞ്ഞാൽ എന്ത് പറ്റും? ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്കും വളരെയധികം കുറയും. അത് വേറൊരു നല്ല ബെനിഫിറ്റാണ്. ലാസ്റ്റുള്ള ബെനിഫിറ്റ് നമ്മുടെ കേരളത്തിലേക്ക് കണ്ടുവരുന്നൊരു കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഫാറ്റി ലിവർ. അതായത് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതായത് ആൾക്കാർ മദ്യപാനത്തോടെ ഉണ്ടാകുന്ന ലിവറിലുണ്ടാകുന്ന ചേഞ്ച് പോലെ തന്നെ ഈ ഫാറ്റി ലിവർ ഈ വണ്ണമുള്ള ആളുകളിലും കാണും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ? അവർക്ക് നോക്കുമ്പോൾ SGPT എപ്പോഴും 90-100 ലെവലിലാണ്. അവർക്ക് പലപ്പോഴും ആർത്രൈറ്റിസിൻ്റെ മെഡിസിൻസ്, മെത്തോട്രെക്സേറ്റോ ലെഫ്ലൂണമൈഡോ അങ്ങനത്തെ മെഡിസിൻസ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് ഈ ഫാറ്റി ലിവർ കൂടി ഉണ്ടെങ്കിൽ ലിവർ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫാറ്റി ലിവർ ഈ വെയിറ്റ് കുറഞ്ഞ് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? പലപ്പോഴും ഫാറ്റി ലിവർ നന്നായിട്ട് കുറയും. അപ്പോൾ എത്ര ബെനിഫിറ്റാണ് അല്ലേ? ഒന്ന്, സന്ധികളിലുള്ള ആയാസം കുറയും, സന്ധികളുടെ തേയ്മാനം കുറയും, തേഞ്ഞ സന്ധികളുണ്ട് അതിലുള്ള വേദന കുറയും, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയും. ഈ ഫാറ്റി സെൽസ് ഉള്ളത് കൊണ്ട് ഫാറ്റി സെൽസ് നിന്നുണ്ടാകുന്ന അഡിപ്പോകൈൻസിൻ്റെ അളവ് കുറയും നമ്മൾ വണ്ണം കുറയുമ്പോൾ. അതുപോലെ തന്നെ ലിവറിനും നല്ലതാണ്. അങ്ങനെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത് ആർത്രൈറ്റിസ് പേഷ്യൻസിന് വളരെ നല്ലൊരു ഇൻ്റർവെൻഷനാണ്.